കേരളത്തിൽ സമീപകാലത്തായി വർദ്ധിച്ചുവരുന്ന ഇസ്ലാമോഫോബിക് പ്രചാരണങ്ങൾക്കും ആസൂത്രിതമായ വർഗീയ ധ്രുവീകരണ നീക്കങ്ങൾക്കുമെതിരെ UDF പ്രതിരോധം ശക്തമാക്കുന്നു. കേരളത്തിലെ മതേതര മൂല്യങ്ങളെ സംരക്ഷിക്കാനും CPM നടത്തുന്ന വർഗീയ ധ്രുവീകരണ നീക്കങ്ങളെ ചെറുക്കാനും UDF മാത്രമാണ് ഏക ബദൽ എന്ന പ്രചാരണത്തോടെ കേരളത്തിന്റെ തനതായ സൗഹൃദാന്തരീക്ഷം വീണ്ടെടുക്കാനുമുള്ള വിപുലമായ ജനകീയ പോരാട്ടത്തിനാണ് UDF തുടക്കം കുറിക്കുന്നത്. CPMന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതായി പറയപ്പെടുന്ന ഇസ്ലാമോഫോബിക് നിലപാടുകൾക്കെതിരെ കേരളത്തിലെ വിവിധ ന്യൂനപക്ഷ സംഘടനകളും രാഷ്ട്രീയ നേതാക്കളും ശക്തമായി എതിർക്കുന്നു. സമീപകാലത്ത് മലപ്പുറം ജില്ലയെയും മുസ്ലിം സംഘടനകളെയും ലക്ഷ്യമിട്ടുള്ള ചില പ്രസ്താവനകളും നടപടികളും വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായ പോരാട്ടമെന്ന് CPM അവകാശപ്പെടുമ്പോഴും പ്രസ്താവനകളിലെ സൂക്ഷ്മത കുറവും ചില പോലീസ് നടപടികളും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥയുണ്ടാക്കുന്നു എന്നതാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമാക്കുന്നത്. മതേതരത്വം പ്രസംഗിക്കുമ്പോഴും അധികാരം നിലനിർത്താൻ CPM വർഗീയ കാർഡുകൾ ഉപയോഗിക്കുന്നു എന്ന ആക്ഷേപം ശക്തമാണ്. ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുമെന്നും മാറാട് ലഹള ആവർത്തിക്കുമെന്നും മുൻ മന്ത്രി AK ബാലൻ നടത്തിയ പരാമർശം വലിയ വിവാദമായി. ജമാഅത്തെ ഇസ്ലാമിയെ RSSനോട് ഉപമിച്ച മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ചർച്ചയായിട്ടുണ്ട്. മുതിർന്ന നേതാക്കൾ നടത്തുന്ന വിവാദ പരാമർശങ്ങൾ പലപ്പോഴും ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാനോ അല്ലെങ്കിൽ ഭിന്നിപ്പുണ്ടാക്കാനോ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. CPM ഇസ്ലാമോഫോബിയെ പ്രചരിപ്പിക്കുകയാണെന്ന വിമർശനങ്ങളും ശക്തമാണ്. അതുപോലെ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള സമുദായ നേതാക്കളുമായി CPM പുലർത്തുന്ന ബന്ധം പലപ്പോഴും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. സമുദായങ്ങൾക്കിടയിൽ ചേരിതിരിവുണ്ടാക്കി വോട്ട് ബാങ്ക് സുരക്ഷിതമാക്കാനുള്ള LDF തന്ത്രമാണിതെന്ന് വിമർശിക്കപ്പെടുന്നു. ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകൾ കേരളത്തിന്റെ സാമൂഹിക ഐക്യത്തിന് ഭീഷണിയാണെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. അതുപോലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരുടെ രാഷ്ട്രീയ ബോധത്തെയും പ്രതിഷേധങ്ങളെയും വർഗീയതയായി മുദ്രകുത്താൻ CPM ശ്രമിക്കുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ്. CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും തിരഞ്ഞെടുപ്പ് വിജയങ്ങളെ വർഗീയ മുസ്ലിം സഖ്യത്തിന്റെ പിന്തുണയോടെയാണെന്ന് വിശേഷിപ്പിച്ചത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായിരുന്നു. അതുപോലെ സംഘപരിവാർ അനുകൂല നിലപാടുള്ള ഉദ്യോഗസ്ഥർക്കും ഉപദേശകർക്കും ഭരണത്തിൽ അമിത സ്വാധീനമുണ്ടെന്നും ഇത് പോലീസിന്റെ നടപടികൾ പ്രതിഫലിക്കുന്നുണ്ടെന്നും വിമർശനങ്ങളുണ്ട്. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മലബാർ മേഖലയിൽ മുസ്ലിം വോട്ടുകൾ LDFന് എതിരെ ഏകീകരിക്കപ്പെട്ടതായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തന്നെ വിലയിരുത്തിയിട്ടുമുണ്ട്. നേതാക്കളുടെ തുടർച്ചയായ പ്രസ്താവനകൾ മുസ്ലിം വോട്ടർമാരെ അകറ്റിയതായി ഘടകകക്ഷിയായ CPIയും നിരീക്ഷിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി CPMന്റെ ഈ നിലപാടുകൾക്കെതിരെ UDFും വിവിധ മുസ്ലിം സംഘടനകളും സമുദായത്തിനുള്ളിൽ പ്രചാരണം ഊർജിതമാക്കിയിട്ടുണ്ട്. CPMും BJPയും ഒരുപോലെ നടത്തുന്ന ധ്രുവീകരണ ശ്രമങ്ങളെ തടയാൻ UDFന് മാത്രമേ സാധിക്കൂ എന്നാണ് അവകാശപ്പെടുന്നത്. ദേശീയ തലത്തിൽ BJPയുടെ വർഗീയ രാഷ്ട്രീയത്തെ നേരിടാൻ കരുത്തുള്ള ഏകശക്തി കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിയാണ്. CPMന്റെ ഭരണകൂട ഭീകരതയ്ക്കും വർഗീയ പ്രീണനത്തിനുമെതിരെ ജനങ്ങളെ അണിനിരത്താൻ UDFന് കഴിയുമെന്നും എല്ലാ മതവിഭാഗങ്ങളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകുന്ന ഒരു വിശാലമായ പ്ലാറ്റ്ഫോമാണ് UDFന്റേതെന്നും പ്രതിപക്ഷം അവകാശപ്പെടുന്നു.